ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അപർണ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. കഴിഞ്ഞ ആഴ്ചയല്ല അപർണയെ കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. അപർണ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് വയ്യാത്തോണ്ട്. ക്ലാസ്സൊക്കെ കണ്ടില്ലേ? ആ ക്ലാസ് ഒക്കെ കണ്ടു. മിസ് ചെയ്യരുതേ ക്ലാസ്സൊക്കെ. ചിലപ്പോ ലാസ്റ്റ് ഒക്കെ ആകുമ്പോ ഈ മോഡ്യൂൾസ് തീർന്നതിന് എക്സാം ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ടേ ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇങ്ങനെ പോയി കിടക്കാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ അവർ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് ക്ലാസ്. ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു, പക്ഷെ ഇന്നിപ്പോ പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചറിന്റെ ക്ലാസ് ആണ്. അപ്പൊ ടീച്ചർ ഇന്ന് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കും. ടീച്ചറിനെ പരിചയപ്പെടാൻ ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ ഓക്കെ ടീച്ചർ Hi, good afternoon. Good afternoon, ma'am. Am I audible? Enta ma'am? Am I audible? Can you hear me? Okay. So how many students we have? Only 2 students? Okay. So I know that sir actually, right? Sunil sir, right? He has been handling your English classes, but I think today onwards, maybe I will be here to take your English class. Okay. And in case while I am taking class, if it is not clear, once I stop, you may ask your doubts, or if it is not clear, you may raise questions. Okay. Okay. If you need to clear your doubts or something, and I'm not sure of the topics sir has covered. So I have taken a random topic, which is very, very useful actually. Most of the people, they don't know how to use it, but it is very useful one. And the importance of this topic comes when you communicate, when you can converse. Okay, so you may feel a little bit more confident if you study this properly and if you use it. You don't have to use it always outside. At home also, when you communicate with your parents, maybe your friends, or maybe your brothers or sisters, can just casually ask them this. So you can practice it that way. And Aparna and the other one is Ashwini. Who? Ashwini ആണ് കേറാറ്. Ashwini. Okay. So shall we start then? Okay. Will anyone join us later? എന്താ മാം? ആരെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വരുമോ ഇനി ക്ലാസ്സിൽ? അതോ അപർണ വേറെ കുട്ടികളാരുമില്ല? ഞാനും അശ്വിനിയാണ് കേറാറുള്ളത്. ഇന്നിപ്പോ അശ്വിനീനെ കാണാനില്ല. ഓക്കെ. എന്നാ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ. I think you know about subject, right? What is a subject? Right? Subject എന്താണെന്ന് അറിയില്ലേ ഒരു സെന്റൻസിൽ? കാരണം ഈ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്കിന് സബ്ജക്ട് അത്യാവശ്യമാണ്. അതാ ചോദിച്ചത്, സബ്ജക്ട് എന്താണെന്ന് അറിയില്ലേ. പിന്നെ നമുക്ക് പ്രോനൗൺ എന്താണെന്ന് അറിയോ? പ്രോനൗൺ സബ്ജക്റ്റിനെ എന്താ പറയാ? ആലോചിച്ചു നോക്കാം, കിട്ടുന്ന രീതിയിൽ പറഞ്ഞാൽ മതി, തെറ്റിയാലും കുഴപ്പമില്ല. ഇതായിരിക്കും പ്രോനൗൺ. അതായത് ഇത് മറക്കരുത് കേട്ടോ, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഇംഗ്ലീഷ് എവിടെ യൂസ് ചെയ്താലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് സബ്ജക്റ്റും പ്രോനൗണും. ഓക്കെ,
സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സെന്റൻസിൽ ഓൾമോസ്റ്റ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ആരെ പറ്റിയാണോ ആ സെന്റൻസ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടാണോ ഒരു സെന്റൻസ് പറയുന്നത്, അതാണ് സബ്ജക്ട് എന്ന് പറയാ ആ സെന്റൻസിന്. ഓക്കെ, ഇപ്പോ ടീച്ചർ ഈസ് ടേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ അവർ ക്ലാസ് എടുക്കുന്നത് എന്നെ പറ്റിയാ പറയുന്നത്. ഞാൻ ക്ലാസ് അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുക എന്നാ പറയാ. ടീച്ചറിനെ പറ്റിയാണ് ആ സെന്റൻസ്, അല്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യുകയാണെന്നാണ് ആ സെന്റൻസിൽ പറയുന്നത്. അപ്പൊ ടീച്ചറാണ് സബ്ജക്ട്. ഓക്കെ ഓക്കെ. പിന്നെ പ്രോനൗൺ എന്താന്ന് വെച്ചാ, ഇപ്പൊ ഇവിടെ ഞാനാണ് ടീച്ചറല്ലോ. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ശരിക്കും ഒരു എന്താ പറയാ, ജെൻഡർ വരികയാണെങ്കിൽ ആരാന്നാ പറയാ? ജെൻഡർ മെയിൽ എന്ന് പറയുമ്പോ ഫീമെയിൽ അല്ലേ? അപ്പൊ ഫീമെയിൽ ആണ്. അപ്പം ടീച്ചർ എന്നുള്ള ആളെ നമുക്ക് ആ ടീച്ചർ എന്നുള്ള സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇവിടുത്തെ ടീച്ചർ ഒരു ലേഡി ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം? ഷീ എന്ന് പറയാം. ഓക്കെ, ഷീ എന്ന് പറയാം. അപ്പൊ സെന്റൻസിൽ ഷീ ഈസ് ടേക്കിംഗ് ക്ലാസ് എന്ന് വരും. അത്രയുള്ള വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു നൗണിന് പകരം, നൗൺ എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ അതൊരു പേഴ്സൺ ആകാം, ഒരു പ്ലേസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആകാം, എന്തെങ്കിലും ഒരു വസ്തു, പെൻ, പെൻസിൽ, എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ ഒരു ആനിമലിന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ബേർഡ്സിനെ വെച്ചിട്ടോ, ഇനി അങ്ങനെ എന്ത് വസ്തുവിനെ പറ്റിയാണോ പറയുന്നത് അതാണ് നൗൺ എന്ന് പറയുന്നത്. നെയിം ഓഫ് എ പ്ലേസ്, പേഴ്സൺ, അതേപോലെ നമുക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ തിങ്സ് എന്ന് പറയാം. അതില് ആനിമൽസും വരാം, ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് തിങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതാണ് നൗൺ എന്ന് പറയാ. ഈ നൗണിനെയാണ് നമ്മൾ ആരായിട്ട് പറയാ? സബ്ജക്റ്റിൽ നമ്മൾ കൊണ്ടിടുകയല്ലോ. ആ സബ്ജക്റ്റ് ആണ് ഈ നൗൺ എന്ന് പറയുന്നത് വരുന്നത്. അപ്പോ നൗൺ എപ്പോഴും ഇപ്പൊ ഞാൻ പറയാണ്, അപർണ ഇസ് എ ഗുഡ് ഗേൾ. അപർണ ഈസ് അറ്റൻഡിങ് ദ ക്ലാസ് കെയർഫുള്ളി. അപർണ ഈസ് വെരി ആക്റ്റീവ് ഇൻ ദ ക്ലാസ്. അപർണ ആൻസേഴ്സ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി അപർണ 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 എന്നിങ്ങനെ പറയുമ്പോൾ അത് എന്തോ ഒരു ഇറിറ്റേഷൻ അല്ലേ? ഒരു സെന്റൻസ് പറഞ്ഞു അപർണയെ പറ്റിയിട്ട്, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അടുത്തത് പിന്നെയും അപർണയെ പറ്റിയിട്ട് സെന്റൻസ് പറയുമ്പോൾ പിന്നെയും അപർണ, അടുത്തത് ഞാൻ അപർണയെ പറ്റി തന്നെയാ പറയാം, അപ്പൊ പിന്നെയും അപർണ. അപ്പൊ ഇറ്റ്സ് വെരി വെരി ഇറിറ്റേറ്റിംഗ്, റെപ്പിറ്റേറ്റീവ് എന്ന് നമുക്ക് പറയാം. അപർണ എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അപ്പൊ ആ സബ്ജക്ട് അല്ലെങ്കിൽ ആ നൗൺ ഞാൻ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഓരോ സെന്റൻസിനും. അപ്പോ ആ റെപ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചില വേർഡ്സ് അവിടെ ആഡ് ചെയ്യും. ആ വേർഡ്സിനെയാണ് പ്രോനൗൺ എന്ന് പറയുക. അതായത് വേർഡ്സ് വിച്ച് വി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ ഇൻ ഓർഡർ ടു അവോയ്ഡ് റെപ്പറ്റീഷൻ. ഓക്കെ, ഇപ്പൊ അപർണ ഗേൾ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അപർണ ഈസ് എ ഗുഡ് ഗേൾ. സ്റ്റോപ്പ്. ഷീ ഈസ് അറ്റൻഡിങ് ദ ക്ലാസ് വെരി ആക്റ്റീവ്ലി. അപ്പൊ നമ്മൾ അപർണയ്ക്ക് പകരം എന്ത് ആഡ് ചെയ്തു? ഷീ ആഡ് ചെയ്തു. ഓക്കെ, ഷീ ആണ് അടുത്ത പ്രോനൗൺ. ഓക്കെ, അപ്പൊ മറ്റരുത്, നമ്മള് നൗണിന് പകരം ഒരു സെന്റൻസിൽ നൗണിന് പകരം റെപ്പറ്റീഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ വേർഡ്സ് ആണ് എന്ത് പറയാ? പ്രോനൗൺ. ഒരെണ്ണം പറഞ്ഞ എക്സാമ്പിൾ പ്രോനൗണിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. He is reading book. സെന്റൻസ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോനൗൺ മാത്രം പറഞ്ഞാലും മതി. ഹി പറഞ്ഞു, അത് കറക്റ്റ് ആണ്. She, it, they. കറക്റ്റ്. ഹി, ഷീ, It, they, we. we, I, you, they, them എന്നൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയുന്നതാണ് അല്ലേ? അതൊക്കെയാണ് പ്രോനൗൺ. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിൽ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇതിൽ അറിയേണ്ടത്, വെർബ് എന്താണെന്ന് അറിയോ? വെർബ് ക്രിയ, അതായത് ഒരാള് ചെയ്യുന്ന പ്രവൃത്തി. വാട്ട് വി ഡു, what the subject is doing in the sentence, right? When we take a sentence, we can see that some action words. അതാണ് വെർബിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു വാക്ക്. കുഞ്ഞു ക്ലാസ്സുകളിൽ കുട്ടികൾ പഠിക്കുന്നതാണ് ആക്ഷൻ വേർഡ് എന്നാ പറയാം വെർബിന്. ആക്ഷൻ വേർഡ്, അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും. ലൈക്ക് ഐ ആം സ്പീക്കിംഗ്. ആ സ്പീക്കിംഗ് എന്നുള്ള ആക്ഷൻ ആണ് ഞാൻ ചെയ്യാം. ലിസണിങ് ആണ് അപർണ ചെയ്യുന്ന ആക്ഷൻ. ചിലപ്പോ ജമ്പ് ചെയ്യാം, റൈറ്റിംഗ്
reading, then running, swimming. Okay, so ഇതൊക്കെ എന്താണ് ആക്ഷൻ വേർഡ്സ് ആണ് അല്ലെങ്കിൽ വെർബ് ആണ്. ഓക്കെ, പക്ഷെ ചില സെന്റൻസിൽ നമ്മൾ പറയും ഈ മെയിൻ വെർബ് എന്നാണ് നമ്മൾ ഈ ആക്ഷൻ വേർഡ്സിനെ പറയാം. ഈ മെയിൻ വെർബ് കൂടാതെ നമ്മളൊരു സെന്റൻസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് വേറെ ചില സാധനങ്ങളൊക്കെ കാണാം. അതായത് does, did, do, will, may, can, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ കാണാം അല്ലേ? വാട്ട് ആർ ദേ? അതെന്താണ്? അറിയോ? കേൾക്കാൻ വയ്യ? ഇല്ല മാം, അറിയില്ല. അതിനെ പറയുന്നത് ഓക്സിലിയറി വെർബ്സ് എന്നാ പറയുന്നത്. ഓക്കെ, ഓക്സിലിയറി അല്ലെങ്കിൽ അതിനൊരു എളുപ്പ വേർഡ് ഉള്ളത് ഹെൽപ്പിംഗ് വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ്, അതായത് വെർബിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപർണ പറയാണ് ഐ ആം അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, അപർണ പറയാണ് ഐ ആം അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. സോ ഹിയർ അപർണ ചെയ്യുന്ന ആക്ഷൻ എന്താ അതിനകത്ത്? വാട്ട് ഈസ് ദി ആക്ഷൻ? അറ്റൻഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. അറ്റൻഡിങ് ചെയ്യാണ്, അതായത് ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. സോ അറ്റൻഡിങ് ഈസ് ദി ആക്ഷൻ യു ആർ ഡൂയിങ് റൈറ്റ് നൗ. സോ അറ്റൻഡിങ് ഈസ് ദ മെയിൻ വെർബ് ഹിയർ. ദാറ്റ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് നൗ, റൈറ്റ്? അപ്പൊ അവിടെ എന്താണ് ഐ കഴിഞ്ഞൊരു ആം ആഡ് ചെയ്തില്ലേ? അതെന്താ? ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കും. ഹെൽപ്പിംഗ് വെർബ്. അവിടെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇപ്പൊ ഞാൻ പറയാം ഐ attending English class. Does it make any sense? No. Something is wrong with the sentence. I attending English class. That is not correct, right? Does not convey any meaning. Complete meaning. Does not convey complete meaning, right? So am is needed there. So here am is actually helping the main verb attending. Correct? Yes. So am is the helping verb here. That is the duty of the helping verb or auxiliary verb. Okay. Always help the main verb to convey a complete sense or meaning. Okay. So, ഇപ്പൊ ഞാൻ കുറെ തവണ നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പം കേൾക്കുന്നുണ്ടല്ലോ, ശരിയല്ലേ അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായല്ലോ. അത് എന്തിനാന്നറിയാം അങ്ങനെ ചോദിക്കുന്നത്? Why? What is the reason? Why am I asking you such questions? Is it clear or do you understand? Do you know what is the reason? Why am I asking such questions? എനിക്ക് മനസ്സിലായി അറിയാനായിട്ട്. Correct. അതായത് അപർണയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങള് അത് ശരിയല്ലേ, അല്ലെങ്കിൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ തെറ്റാണോ, അല്ലെങ്കിൽ നോയാണോ, അങ്ങനെ ഒരു കൺഫർമേഷൻ വേണം എനിക്ക്, അല്ലേ? ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ആം ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്. യൂഷ്വലി ടീച്ചേഴ്സ് ആർ ആസ്കിംഗ് സച്ച് ക്വസ്റ്റ്യൻസ്. ഇസ് ഇറ്റ് കറക്റ്റ് ഓർ ഇസ് ഇറ്റ് ക്ലിയർ ഓർ ഇസ് ഇറ്റ് ഗുഡ് ഓർ ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഓർ ഡു യു ഗെറ്റ് ഇറ്റ്? അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസിൽ ചേർക്കും. അങ്ങനെയുള്ള ഒരു ഇതിനെ പറ്റിയിട്ടാ പറയാ. അതിന് പറയുന്നത് ചിലപ്പോ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും, ടാഗ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ടാഗ് എന്നാ പറയാ. ടെൻത്തിലൊക്കെ പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ടായിരുന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് ഓർ ടാഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ why we use it? Because the speaker actually needs confirmation or agreement from the listener's part. ആ സ്പീക്കറിന് ഒരു ലിസണറിന്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കണം ആള് പറയുന്നത് ആ വ്യക്തി, കേൾക്കുന്ന വ്യക്തി എഗ്രി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കൊരു കൺഫർമേഷൻ വേണം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അത് യൂസ് ചെയ്യുക. നമ്മൾ ഇൻഫോർമലി എന്താ യൂസ് ചെയ്യുക? വാട്സ്ആപ്പ്, when we take WhatsApp, you will send messages through WhatsApp. So usually people are using informal way of this questions, like, right? Now
Are you okay? You are okay now? Is it clear, right? Right? Yeah. Are you coming? Yeah. Are you coming? Yeah. Are you coming? So yeah, all right. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമ്മളൊന്ന് കൺഫേം ചെയ്യാം. മനസ്സിലായോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ കൺഫർമേഷൻ ആയിട്ട് ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ when we communicate or when we converse, we use these type of informal words in order to clarify what we said or to get a confirmation from the listener. Okay. നമ്മൾ ഇനി നമുക്ക് ഇൻഫോർമൽ ഒന്നും വേണ്ട, നമുക്ക് ഫോർമൽ ആയിട്ട് what we have to use, that we have to learn. Okay, but it's very easy actually. It is very easy. But before we start the particular topic, I will tell you one thing. Whenever you take a topic in English, you can always find exceptions. What is that exception? Exceptions means what? Exceptions. അറിയില്ല മാം. Means, you know, there will be rules in English to follow. Okay, in grammar, lots of rules will be. First ഇത് വരണം, second ഇത് വരണം, അത് കഴിഞ്ഞ് ഇന്നത് ആഡ് ചെയ്യണം. So lots of rules will be there. But in some cases they will say ഈ rules ഒന്നും ചില കേസുകളിൽ ബാധകമാവില്ല. ഇത് ഈ റൂൾസ് ഫോളോ ചെയ്യണ്ട, ഇത് വേറെ തരത്തിലാ വരിക എന്ന് പറയും. അങ്ങനെ വേറെ തരത്തിൽ പോകുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? എക്സെപ്ഷൻസ് എന്ന് പറയാ. ഓക്കെ, നമുക്ക് പഠിക്കാൻ പോകുന്നതില് ഒരു ഫോർമൽ ആയിട്ട് ഇതിന്റെ ഒരു എന്താ പറയാ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് മീൻസ് ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എപ്പറ്റി പറയാനാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എവിടെ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു സെന്റൻസ് പറയുന്നു, ആ സെന്റൻസിന്റെ അറ്റത്ത്, അതായത് അതിന്റെ ഒരു വാല് പോലെ നമ്മൾ എന്ത് വെക്കുമ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും. നമ്മൾ ആ പറഞ്ഞ സെന്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചുകൊണ്ട് a short question we will add. That is called a question tag or tag question. Okay. And why we use this short question is because we need a confirmation, or the speaker needs confirmation or agreement from the listener's part. So ഇവിടെ ഞാനൊരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ എഴുതുന്നതിൽ കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് കൂടുതലും യൂസ് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം യുനോ എപ്പോഴും ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഫഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും സംസാരിക്കുകയല്ലേ വരിക, സംസാരിക്കുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നന്നായിട്ട്. അപ്പോൾ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണത്. റൈറ്റിങ്ങിനേക്കാളും കൂടുതൽ ഇത് സ്പീക്കിങ്ങിലാണ് വരിക. അതായത് നമ്മൾ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനിലോ സ്പീച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴാണ് വി ആർ യൂസിങ് ദിസ് ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ഓക്കെ. സോ if we take the definition, question tag is actually short questions we use at the end of statements. That is the definition. Okay, so question tags are short questions. It's ചെറിയ questions ആണ്, കുഞ്ഞു questions, short questions at the end, which we use at the end of statements or sentences. ക്ലിയർ അല്ലേ അത്? ഇനി നമ്മള് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്ന് പഠിക്കാം. അതില് ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഒരു സെന്റൻസ്. ഇതിപ്പോ ഞാൻ പ്രസന്റ് ഒന്നും ചെയ്യാനില്ല, കാരണം എനിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നും റെഡി ആക്കിയിട്ടില്ല. കാരണം പെട്ടെന്ന് വന്നൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പ്രസന്റ് ചെയ്തിട്ടില്ല. പക്ഷെ നോട്ട് അയക്കുമ്പോൾ മിസ് ഇതിന്റെ ഈ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരാം. അപ്പൊ ആ ഒരു ഓരോന്ന് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. എഴുതിയെടുക്കണോ ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് നോക്ക് യൂഷ്വലി നിങ്ങൾ ഇങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ അതേപോലെ ചെയ്താൽ മതി. ഇങ്ങനെ സാറ് നോട്ട് ഇട്ട് തരായിരുന്നു, നോട്ട് അയച്ചു തരും. ആ നോട്ട് ഞാൻ അയച്ചു തരാം, റെക്കോർഡ് ക്ലാസിന്റെ കൂടെ നോട്ടും കൂടി അയച്ചു തരും. നോട്ട് അയച്ചു തരാം, നോട്ട് അയച്ചു തരാം.
ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പം അവനവന്റെ വേർഡ്സിൽ എഴുതി വെക്കണം, പെട്ടെന്ന് ക്ലിയർ ആവാൻ എന്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് നോട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ നോട്ട്സ് ഐ വിൽ സെൻഡ്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിക്കാം. ഫസ്റ്റ് ഒരു സെന്റൻസ് തന്നേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ സെന്റൻസിൽ ഒരു മിനിറ്റ് എന്റെ മെയിൽ ഐ ഡി ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. Sorry, Aparna. I just tried to take my email, but I just logged out actually. Are you there, Aparna? മ്യൂട്ട് ആക്കി വെച്ചിരിക്കുകയാണ്, നല്ല ശബ്ദമാണ് പുറത്തുനിന്ന്. അപ്പൊ ഓക്കെ കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ലോഗ് ഔട്ട് ആയിപ്പോ ഞാൻ എന്റെ മെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കൂടെ ഓപ്പൺ ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ടാബ് ആക്ച്വലി തന്നെ ക്ലോസ് ആയിപ്പോയി. അതാ കുഴപ്പമില്ല. ഞാൻ നോട്ട് അയക്കുമ്പോ എക്സാമ്പിൾസ് വെച്ചിട്ട് അയക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി, എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ മിസ്റ്റോട് ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുമ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പൊ യു ആർ ഹാപ്പി, സിമ്പിൾ സെന്റൻസ്, യു ആർ ഹാപ്പി. ഇപ്പം ആ സെന്റൻസ് വേണമെങ്കിൽ അവരുടെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി. അപ്പൊ മിസ് പറയുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ക്ലിയർ ആവും. യു ആർ ഹാപ്പി. അപ്പോ ആ സെന്റൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരാളോട് ചോദിക്കണം, നീ ഹാപ്പി അല്ലേ, നിങ്ങൾ ഹാപ്പി അല്ലേ, ഇത് ചോദിക്കാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നതിന്റെ ഉത്തരം എന്തായിരിക്കും? ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ പറയാ അല്ലല്ല, ഞാൻ അത്ര ഹാപ്പി അല്ല, ഇന്നെന്തോ ഒരു കുറച്ചൊരു വിഷമമുണ്ട് എന്ന് പറയും. സോ നമ്മൾ യെസ് ഓർ നോ എന്നുള്ള തരത്തില് ഒരു ഉത്തരം എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ ഒരു സെന്റൻസ് പറയുന്നത്. നമുക്ക് ഇതിനെ കൺഫേം ചെയ്യണം. യു ആർ ഹാപ്പി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ്. നമുക്ക് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കണം. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോദിക്കുന്ന വ്യക്തി ഹാപ്പി ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ അതിനാക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റീറൈറ്റ് ദ സെയിം സെന്റൻസ്. യു ആർ ഹാപ്പി എന്ന് എഴുതിയിട്ട് കോമ ഇടുക. ഫുൾ സ്റ്റോപ്പ് അല്ല എഴുതുന്നത്. Question tag. Whenever you write question tag, you must erase the full stop, and instead of full stop, you have to put a comma. Okay? ആ full stop മാറ്റി അതിനെ കോമയാക്കിയതിനു ശേഷം
ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസിൽ വെർബ് എവിടെയാണെന്ന് നോക്കുക. സോ യു ആർ ഹാപ്പി എന്ന് പറയുമ്പോൾ അതിൽ വെർബ് ഏതാ അറിയോ? ആറാണ് വെർബ്. ഹാപ്പി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ല. കുറെ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഹാപ്പി ഉണ്ട് അവിടെ. സോ ഹാപ്പി ഈസ് ദ വെർബ്. ഹാപ്പി ഈസ് നോട്ട് എ വെർബ്. ദാറ്റ് ഈസ് അവർ സ്റ്റേറ്റ്, ഇമോഷൻ, റൈറ്റ്? അതൊരു ഇമോഷനും ഒരു സ്റ്റേറ്റിനെ പറ്റി പറയുന്നതാണ്. അപ്പൊ അതൊരു വെർബ് അല്ല. പിന്നെ വെർബ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ മെയിൻ വെർബ് ഉണ്ടാവും, സിംഗ്, ഡാൻസ്, ജംപ്, റൺ, all these type of verbs. Otherwise there will be auxiliary verbs also will be there. Sometimes only auxiliary verbs will be there as main verb. ഇവിടെ are എന്നത് auxiliary verb ആണ്, പക്ഷെ it is acting as a main verb in the sentence because there is no other verb. Okay, only this verb is there. So this auxiliary verb is acting as a main verb. So are is the main verb here. So after comma you have to write are. Okay, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അതായത് യു ആർ ഹാപ്പി എന്നുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. പോസിറ്റീവ് ഓർ അഫർമേറ്റീവ് നമുക്ക് പറയാം. അതായത് പോസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? നെഗറ്റീവ്, അതായത് നോട്ട് എന്നുള്ളത് ഇല്ലാത്തത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട്. ഐ ആം നോട്ട് ഗുഡ്. ഐ ആം ഗുഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഐ ആം ഗുഡ്. ഐ ആം നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയി. ഞാൻ ഗുഡ് അല്ല, ഞാൻ അത്ര, എനിക്ക് എന്തോ വയ്യ എന്നുള്ള രീതിയിലായി. So that is positive and negative. So two types of sentences you can expect, positive and negative. So ഈ സെന്റൻസ് യു ആർ ഹാപ്പി എന്നുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. യു ആർ ഹാപ്പി എന്നാ പറഞ്ഞത്, നിങ്ങൾ ഹാപ്പി ആണെന്നാ പറഞ്ഞത്. അപ്പോ അത് പോസിറ്റീവ് ആണ്. അങ്ങനെയുള്ളപ്പോ ക്വസ്റ്റ്യൻ ടാഗ്, അതായത് ആർ എന്നുള്ളത് കോമ കഴിഞ്ഞ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അവിടെ ഓൾറെഡി നമ്മൾ വെർബ് കണ്ടുപിടിച്ച് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കാം. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഓക്കെ, അതാണ് ഇതിനകത്ത് മെയിൻ ശ്രദ്ധിക്കേണ്ടത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓർ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കോമ കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ബി നെഗറ്റീവ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ്, നോട്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയല്ലോ. നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ബി പോസിറ്റീവ്. ഓക്കെ, അങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് അത്ര ഓർത്ത് വെച്ചാൽ മതി. ഒരേപോലെയല്ല, ഓപ്പോസിറ്റ് ആയിരിക്കണം. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് ബി വാട്ട്? നെഗറ്റീവ്. ഓക്കെ, സോ ആ നമ്മൾ വെർബ്, ആഫ്റ്റർ റൈറ്റിംഗ് വെർബ് നമ്മൾ അതിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കുക. അപ്പൊ നെഗറ്റീവ് ആയല്ലോ. ഓക്കെ, ആറ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ARE എന്നിട്ട് സ്പേസ് കഴിഞ്ഞ് NOT എന്ന് എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യൻ ടാഗില് നമ്മൾ എപ്പോഴും ഷോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യുക. അതായത് കോൺട്രാക്ഷൻ എന്ന് പറയാ, ഈ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുക. അതായത് should not, shouldn't, can not, cannot, do not, don't, did not, didn't, അങ്ങനെ ഷോർട്ട് ആക്കി എഴുതാറല്ലേ? ആ ഷോർട്ട് ഫോംസിനെ വിളിക്കുന്നതാണ് കോൺട്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഈ കോൺട്രാക്ഷൻസ് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യണം. അപ്പൊ ആറ് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് ഡയറക്റ്റ് എഴുതാതെ AREN അപ്പോസ്ട്രോഫി T, arrange എന്നാക്കാം, ഷോർട്ട് ആക്കാം. ഓക്കെ, arrange. Then നമ്മള് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിനെ നോക്കാം. സബ്ജക്ട് ആരാ ഇതില്? യു ആണ് സബ്ജക്ട്. നമ്മൾ ആ യു നിങ്ങളെ പറ്റിയാ ചോദിക്കുന്നത്. യു ആർ ഹാപ്പി എന്നാ പറയാ. സോ യു ഈസ് ദ സബ്ജക്ട് ഹിയർ. സോ aren't you question mark. So aren't you is the question tag here. That's all. Clear? Clear I hope. Clear. Okay. Then same sentence. Okay. So please write that. That one sentence you write. Okay. You, Y-O-U, Y must be capital because it is starting of a sentence. So Y capital, then O-U. You aren't. A-R-E-N apostrophe T. Aren't happy. You aren't happy. Did you write?
Okay. Yes. Now we are going to frame the question tag for the sentence. So this sentence is negative or positive? നെഗറ്റീവ്. നെഗറ്റീവ്. അപ്പൊ തന്നെ ഓർക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം എന്ന് ഓർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ സെന്റൻസിൽ വെർബ് എവിടെയാന്ന് കണ്ടുപിടിക്കാം. ഏതാ വെർബ്? ആ ഹാപ്പി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ മറക്കരുത്? കോമ ഇടാൻ മറക്കരുത്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഫുൾ സ്റ്റോപ്പ് അല്ല, കോമ. യു ആർന്റ് ഹാപ്പി, കോമ ARE. ആർ. ആ ആറിന്റെ എ ക്യാപിറ്റൽ ഒന്നും എഴുതരുത്, സ്മോൾ ലെറ്റർ ആണ്, ഫുൾ സ്മോൾ ലെറ്റർ ആണ്. ആർ. എന്നിട്ട് നമ്മൾ യു ചോദിക്കണം. യു ഈസ് ദ സബ്ജക്ട് ഹിയർ. സോ ആർ യു ക്വസ്റ്റ്യൻ മാർക്ക്. Clear? Okay. Then we will write one more. ഒരെണ്ണം ഞാൻ തരട്ടെ, തന്നെ എഴുതാൻ പറ്റുമോ നോക്കോ? Okay. Write the sentence. They. THEY. T capital. Okay. THEY. They were. WERE. Were waiting. WAITING. Waiting for. FOR. For her. HER. ഞാൻ ആ സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തായിരിക്കാം. മനസ്സിലായി മാം. ഞാൻ മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പൊ നോക്കിക്കോട്ടോ. They were waiting for her. അതാണ് സെന്റൻസ്. ഞാൻ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. ഇൻബോക്സിൽ നോക്കി. They were waiting for her. അതാണ് സെന്റൻസ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യണം. വേണമെങ്കിൽ ഇവിടെ തന്നെ അയച്ചോളൂ, എനിക്ക് തിരിച്ചയച്ചോളൂ. ഈ മെസ്സേജിൽ തന്നെ അയച്ചോളൂ. അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞാലും മതി. മാം വേറിന്റെ അത് കറക്റ്റ് ആയിട്ട് പറ. ഫോർ ഹെയർ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചേഞ്ച് വരുത്തണ്ടേ? ഫുൾ സ്റ്റോപ്പ് മാറ്റി എന്താക്കണം? എന്നിട്ട് ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമ്മള് ആൻസർ വരുമ്പോ ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് മാത്രം അയക്കാട്ടോ. ആൻസർ ഒരു കോമ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. കോമ കഴിഞ്ഞതിന് ശേഷം വേറിറ്റ് ദേ, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഇങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ. ഓക്കെ. വേറെ ഒരെണ്ണം തരട്ടെ. മേരി. MARY. M capital. ഓക്കെ. ഞാനിത് പറയണോ അതോ മെസ്സേജ് ആയിട്ട് അയച്ചു തരണോ? സെന്റൻസ് എന്താ വേണ്ടേ? പറഞ്ഞാ മതി. അടുത്ത ദിവസം നമുക്ക് പ്രസന്റേഷൻ ചെയ്യാട്ടോ. ഇതിപ്പോ ഞാനിങ്ങനെ റെഡി ആവാത്തോണ്ട്, അല്ലെങ്കിൽ നമുക്കതങ്ങ് സ്ക്രീനിൽ കാണിച്ചാൽ മതിയായിരുന്നു. മേരി ക്യാൻ CAN സ്പീക്ക് ഇംഗ്ലീഷ്. മേരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സെന്റൻസ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് cannot marry, can't marry. can't marry എന്നാണോ? നമ്മൾ ടീച്ചർ എന്നുള്ള സെന്റൻസ് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടോ? ടീച്ചർ ഒരു ഏരിയ ആയതുകൊണ്ട് പ്രോനൗൺ വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. ടീച്ചർ മാറ്റിട്ട് ഷീ ആക്കി.
കാൻഡ് ഷീ എന്ന് വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എക്സാമിന് അവർ നമ്മളെ ട്രിക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതേ സബ്ജക്ട് തന്നെ എടുത്തത്. അതായത് കാണ്ട് മാത്രമല്ല കനോട്ട് എന്ന് കൊടുക്കും. അത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് മേരി എന്ന് ഇടും. കാണ്ട് മേരി, കനോട്ട് മേരി, അങ്ങനെ പലതരത്തിലും ചോദിക്കും. അപ്പൊ തെറ്റിക്കരുത്. ഒരിക്കലും ക്യാൻ നോട്ട് എന്ന് എഴുതരുത്. കാണ്ട് ഷോർട്ട് ഫോം വേണം എപ്പോഴും അവിടെ യൂസ് ചെയ്യാൻ. കാണ്ട് എന്നിട്ട് സബ്ജക്ട് ഏതാണെന്ന് നോക്കിയതിന് ശേഷം അതിന്റെ ജെൻഡർ അനുസരിച്ച്, അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവാണോ എന്നൊക്കെ നോക്കാം. വസ്തുവാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ആൻ ഒബ്ജെക്ട് ദെൻ ഇറ്റ്, യു ഹാവ് ടു യൂസ് ഇറ്റ്. ഏതെങ്കിലും വസ്തു തിങ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ മേരി അല്ലെങ്കിൽ ഏതെങ്കിലും ഗേൾ ആണെന്നുണ്ടെങ്കിൽ ഷിയർ, ഒരു ആൺകുട്ടീനെ പറ്റി അല്ലെങ്കിൽ ഒരു മെയിലിനെ പറ്റിയിട്ടാണെങ്കിൽ ഹിയർ, അങ്ങനെ യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അപർണ ആൻഡ് ശാലിനി എന്ന് പറയാം. അപർണ ആൻഡ് ശാലിനി എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരുണ്ട് സബ്ജക്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് 2 people there. സോ അവിടെ എന്ത് വരണം? അപർണ ആൻഡ് ശാലിനി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രോനൗൺ എന്തായിരിക്കും? അവിടെ കാൻഡ് ദേ എന്ന് വേണം വരാൻ. ഓക്കെ, സോ ഓൾവേസ് യൂസ് പ്രോനൗൺ ഇൻ ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് ഓൾവേസ് യൂസ് കോൺട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോം ആണ്. കൺട്രാക്ഷൻ ചെറിയ ഷോർട്ട് ആക്കണേക്കാണ് പറയാം. ആ ഷോർട്ട് ഫോംസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, ഇനി ഒരു 2-3 കൂടി നമുക്ക് ചെയ്തിട്ട് ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി സെയിം ടൈപ്പ് സെന്റൻസ് ഞാൻ തരാം. അപ്പൊ അതിൽ എന്താ വ്യത്യാസം വരാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം അപർണയ്ക്ക് കണ്ടെത്താൻ പറ്റി. എന്താ പറയാ, ക്യാൻ തന്നിട്ടുണ്ട്, വേർ തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തരില്ല. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അപർണ പറയാണ്, ഞാൻ പറയാണ് അപർണ ലൈക്സ് ചോക്ലേറ്റ്. ഓക്കെ, അപർണ ലൈക്സ്, ഞാൻ ഇവിടെ എഴുതാണെന്നത് അപർണ ലൈക്സ് ചോക്ലേറ്റ്സ് എന്ന് ഞാൻ എഴുതി. ഇനി എനിക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണം. അപ്പൊ അപർണയാണ് സബ്ജക്ട്. അപ്പൊ പ്രോനൗൺ എന്തായിരിക്കും? ഷീ ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്തറിയണം? വെർബ് അറിയണമല്ലോ. വാട്ട് ഈസ് ദ വെർബ് ഹിയർ? Can you tell me? അറിയോ? ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെർബ് എന്താണെന്ന് അറിയാലോ, ലൈക്സ് എന്നുള്ളതാണ് അല്ലെ. അപർണ ലൈക്സ് ചോക്ലേറ്റ്സ്, അപർണയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവിടെ ലൈക്സ് ആണ് എന്ത് വരുന്നത്? വെർബ് വരുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ക്വസ്റ്റ്യൻ ടാഗില് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു എന്ത് വേണം? ഓക്സിലിയറി വെർബ് അവിടെ കാണണം അല്ലേ? ഒരു ഓക്സിലിയറി വെർബ് നമുക്ക് അവിടെ കണ്ടെത്തണം വരാൻ നേരത്ത്. ഒരിക്കലും നമുക്ക് ഐ ലൈക്കിംഗ് ഷീ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല, റൈറ്റ്? അപ്പൊ നമുക്ക് ഇതിന്റെ ഓക്സിലിയറി വെർബ് കണ്ടെത്താൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈക്സ് എന്നുള്ളത് എടുക്കുക. അതാണ് മെയിൻ വെർബ്. ആ മെയിൻ വെർബ് ആദ്യം തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇതിന് നമുക്ക് ഓക്സിലിയറി വെർബ് കണ്ടെത്തണം. അതെങ്ങനെയാണെന്നറിയോ? മലയാളത്തിൽ നമ്മൾ തിരിച്ചെഴുതില്ലേ, അതേപോലെ ഇപ്പൊ ഇംഗ്ലീഷിലും തിരിച്ചെഴുതാൻ പറ്റും ഇവിടെ. അതെങ്ങനെയാന്ന് വെച്ചാ ഡു ഡസ്, ഇത് രണ്ട് കേട്ടിട്ടുണ്ടല്ലോ. ഡു ഈ ഡു എന്നുള്ളത് നമ്മള് എപ്പോഴും യൂസ് ചെയ്യാം പ്ലൂറലിന്റെ കൂടെയാണ്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡു യൂസ് ചെയ്യും. ദേ ഡു, വി ഡു. അപർണ ആൻഡ് ശാലിനി ഡു, രണ്ടുപേരായല്ലോ, ഡു എന്നാ പറയാം. പക്ഷെ ഒരാളുള്ളെങ്കിൽ സബ്ജക്ട് സിംഗുലർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ഡസ് ആണ്. ഹി, ഷീ, ഇറ്റ്. ഹീയുടെയും ഷീന്റെയും ഇറ്റിന്റെയും കൂടെ എന്ത് യൂസ് ചെയ്യാം? ഡസ് യൂസ് ചെയ്യും. ഓക്കെ, അതേപോലെ ഐന്റെ കൂടെ, വിന്റെ കൂടെ യു, ദേ എന്നൊക്കെ പറയുമ്പോൾ ഡു യൂസ് ചെയ്യും. ഓക്കെ, ഐ, വി, യു, ദേ എന്ന് പറയുമ്പോൾ ഡു പ്ലൂറൽ. സിംഗുലർ ആവുമ്പോൾ ഹി, ഷീ, ഇറ്റിന്റെ കൂടെ ഡസ്.
ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒന്ന് കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ അപർണ എന്നത് സിംഗുലർ ആയതുകൊണ്ട് അപർണ ഈ ലൈക്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഡസ് ലൈക്ക് എന്നാവും. ആ ലൈക്കിന്റെ അപ്പുറത്തെ രസമുള്ളത് നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഡസ് ആഡ് ചെയ്യും. ഓക്കെ, അപർണ ഡസ് ലൈക്ക് എന്നേ വരുള്ളൂ. പിന്നെ ചില സെന്റൻസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപർണ ഡസ് ലൈക്ക് ചോക്ലേറ്റ്സ്. ഇനി ഇവിടെ അപർണ ആൻഡ് ശാലിനി എന്നാണെങ്കിൽ ലൈക്സ് എന്നല്ല വരിക, ലൈക്ക് എന്നേ വരുള്ളൂ. സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്? ഇല്ല, അങ്ങനെ എടുത്തിട്ടില്ല. സാർ ഇങ്ങനെ മറ്റേ ടെൻസ് പറയണ കൂട്ടത്തില് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂരൽ ആയ വെർബും പ്ലൂരൽ ആയിരിക്കണം. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാ, അവർ ഒരേപോലെ പോകുന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സബ്ജക്റ്റും വെർബും തിക് ഫ്രണ്ട്സ് ആണ്. ദേ ഓൾവേസ് ഗോ ടുഗെദർ. സബ്ജക്ട് is singular, verb also singular. Subject is plural, verb also plural. That's all. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ലൈക്സ് എന്ന് പറയുമ്പോഴാണോ ലൈക്ക് ആണോ സിംഗുലർ പ്ലൂറൽ എന്ന് മനസ്സിലാക്കാം. SIES ഒക്കെ ആഡ് ചെയ്ത് വരുന്ന കേസുകൾ ഉണ്ടല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ലൈക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരു S ആഡ് ചെയ്താൽ അത് സിംഗുലർ ആണ്. ഓക്കെ, S ആഡ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പൊ പ്ലേസ് PLAYS പ്ലേസ്, റൈറ്റ്സ് WRITES റൈറ്റ്സ് സിംഗുലർ ആണ്. നമ്മള് ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ അതിന്റെ അകത്ത് S അല്ലെങ്കിൽ ES ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? സിംഗുലർ ആവും. പ്ലൂറൽ മീൻസ് ആ വെർബ് എങ്ങനെയാണോ അതാണ് പ്ലൂറൽ. ജംപ്, റൈറ്റ്, സിംഗ്, ഡാൻസ്, സ്പീക്ക്, റൺ. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ആക്ഷൻ വേർഡ്സ് അത് അങ്ങനെ തന്നെ വെക്കുക. അതെന്താണ്? പ്ലൂറൽ ഇൻ ഫോം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് കൂടാതെ അതിന്റെ കൂടെ തന്നെ നമ്മൾ S or ES ആഡ് ചെയ്ത് അത് സിംഗുലർ ആയി പോയി എന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ലൈക്ക് ഈസ് ദ വെർബ്. അതിന്റെ കൂടെ ഒരു S ആഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അപർണ ഈസ് ദ സബ്ജക്ട് ഹിയർ ആൻഡ് ഓൺലി വൺ പേഴ്സൺ. സോ അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ്, ഇഫ് സബ്ജക്ട് is singular, verb should be singular, right? So in order to make the verb singular, we have to add S to like. So it will become singular, likes. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഓക്സിലറി വെർബ് കണ്ടെത്താനായിട്ട് ആസ് വി ഓൾറെഡി സെഡ് ഹീന്റെയും ഷീന്റെയും ഇറ്റിന്റെയും കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്യാം. അപർണ എന്ന് പറഞ്ഞാൽ ഷീ ആണല്ലോ, ഒറ്റ ആളേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡസ് യൂസ് ചെയ്യാം. പക്ഷെ ഡസ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ലൈക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല, ലൈക്ക് മതി. ലൈക്ക് മതി. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അപർണ ഡസ് ലൈക്ക് ചോക്ലേറ്റ്സ് എന്നാക്കി ഇതിനെ കോമ ഇട്ട് കൊടുക്കുക. ഇനി മനസ്സിലായല്ലോ, ഇതില് ഓക്സിലിയറി വെർബ് കിട്ടി. ഡസ് ആണ് ഓക്സിലിയറി വെർബ്. സോ യു ക്യാൻ ആൻഡ് ദ സെന്റൻസ് ഈസ് ഇൻ പോസിറ്റീവ്, റൈറ്റ്? ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ഡസിന്റെ കൂടെ ഒരു എന്നും അപ്പോസ്ട്രോഫി ടിയും ആഡ് ചെയ്യും. ഡസ് ഇറ്റ് ലൈക്ക് ഡസിന്റെ കഴിഞ്ഞ അപർണ എന്ന് വരും, ഷീന്ന് വരും. ഷീ മാം. യെസ്, ഡസിന്റ് ഷീ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ക്ലിയർ ആയോ? ഒരെണ്ണം തരട്ടെ, ചെയ്യാമോ? ഓക്കെ, she plays PLAYS. She plays piano. 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 Full stop. This is the sentence. Now you have to make the question tag. ഡസിന്റെ ഷീ എന്നാണ്. ഡസിന്റെ ഷീ എന്നാണ് മാം. She
plays. Doesn't she. she? Correct. Doesn't she? ആണ് question mark ഇടാൻ മറക്കരുത് കേട്ടോ. Okay, now one question I have sent in message box. You play piano. Same sentence, instead of she, you have to do write you and play only. You play piano. Now look at the sentence. Why it is play only, not plays? Why? You plural ആയോണ്ടാണ്. അതായത് സബ്ജക്ട് എന്താണ്, പ്ലൂറൽ ആണ്. അതുകൊണ്ട് നമ്മൾ വെർബിനെ പ്ലൂറൽ ആക്കി തന്നെ വെച്ചിരിക്കുന്നു. അപ്പൊ നോർമലി ദ ബേസ് ഫോം ഓഫ് ദ വെർബ് പ്ലേ, അത്രയും മതി. സോ യു പ്ലേ പിയാനോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെ വരും? Do you Do you like? Do you don't you don't you? Don't you worry, because you play piano is a positive statement, Positive. right? Affirmative ആണ്. So you have to write the negative question tag. So don't you. Okay. Now one more same question. Okay, same question. You play nalla played. If it is given played, you played piano. P-L-A-Y-E-D is also there. What is the meaning of that? Played എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? Played എന്ന് പറഞ്ഞാൽ ഏത് ടെൻസ് ആ വരിക ആക്ച്വലി? Present or past? Past ആണ്. Past tense, correct. Past ആണ്. Play എന്ന് പറഞ്ഞാൽ ഇപ്പോ play കളിക്കുന്നു. Played എന്ന് പറഞ്ഞാൽ കളിച്ചു കഴിഞ്ഞു, കളിച്ചു. Past tense ആണ്. അപ്പൊ you played piano എന്നാണെങ്കിൽ what will be the present tag? doവിന്റെയും ഡസിന്റെയും രണ്ടിനും കൂടി ഒറ്റ എന്താ past tense ആണുള്ളത്. അതെന്താ? Did. ഡിഡ് മാത്രമേ ഉള്ളൂ. ഡൂവിനും ഡസിനും രണ്ടും കൂടി ചേർന്ന് ഒറ്റ past tense ഉള്ളൂ. അത് ഡിഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്ത് വരും? ക്വസ്റ്റ്യൻ ടാഗ് പിയാനോ കഴിഞ്ഞ് കോമ ഇട്ടിട്ട് Didn't you? ഡിഡിന്റ് യു എന്ന് വരും. കാരണം പ്ലേഡ് എന്നാ തന്നിരിക്കുന്ന പ്ലേഡ് ഈസ് ദ വെർബ് ദർ, ഇറ്റ് ഷോസ് പാസ്റ്റ് ടെൻസ്. അപ്പൊ ഡൂ ഡസ് എന്നല്ല, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് യൂസ് ചെയ്തു. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആക്കി. ഡിഡിന്റ് യു then question mark. Okay, now വേറെ ചോദിക്കട്ടെ? വേറെ ക്വസ്റ്റ്യൻ തരാം. ഇത്ര നേരം നമ്മൾ പോസിറ്റീവാ ചെയ്തത്. ഇനി നമുക്ക് നെഗറ്റീവ് ഇട്ട് നോക്കാം. നെഗറ്റീവ് സെന്റൻസ് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഓക്കെ, ഞാനത് ടൈപ്പ് ചെയ്ത് അയക്കട്ടെ. മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. അപ്പൊ വായിക്കാൻ കുറച്ചും കൂടി ഉണ്ടാവും. ഓക്കെ, ഞാൻ അയച്ചിട്ടുണ്ട്. He didn't buy the books. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമുക്ക് ഇതിനെ നെഗറ്റീവ് ആക്കണം. ബുക്സ് കഴിഞ്ഞ് പോമ then didn't. That did is the auxiliary verb here, helping verb. So the sentence is negative. So the question tag must be positive. അപ്പൊ didn't എന്നല്ല വരിക. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആവുമ്പോൾ did he. He ആണ് സബ്ജക്ട്. അപ്പൊ did pronoun കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ did he എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വേറെ ഒരെണ്ണം തരാണെങ്കിൽ
Okay. Anila doesn't listen to her teacher. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കിയിട്ട് എന്നോട് പറയും. കിട്ടിയോ? അതൊന്നും കൂടി പറയാ. അനില doesn't listen to her teacher. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെസ്സേജിൽ ഇൻബോക്സിൽ ഇട്ടിട്ടുണ്ട് സെന്റൻസ്. അനില doesn't listen to her teacher. ടീച്ചർ കഴിഞ്ഞിട്ട് കോമ വരും, പിന്നെ എന്ത് വരും? Does she? Does ആണ്. Does she വരും. Doesn't എന്നാണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം the sentence is actually negative. So the question tag must be positive. So does it will become does and Anila will become she. Does she question mark. The pronoun for Anila is she. Correct അല്ലേ? Okay. ഇനി വേറെ ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. കണ്ടോ, ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഐ ആം ലേറ്റ് അഗെയിൻ. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഡസിന്റെ ഐന്നാണ്. അല്ല അല്ല, ഡസിന്റെ ഐന്റെ കൂടെ നമ്മൾ ഡസ് ചേർത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഐ വി യു അതൊക്കെ ന്റെ ഒക്കെ കൂടെ ഡു ആ ചേർക്കുള്ളൂ. ഐ ഡു എന്നല്ലേ പറയാ, ഐ ഡസ് നമ്മൾ പറയില്ല. ബിക്കോസ് നമ്മൾ ഐനെ എപ്പോഴും ഒരു പ്ലൂരൽ, ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഐ നമ്മളൊരു പ്ലൂരൽ ഫോമിലാണ് അതിനെ കൺസിഡർ ചെയ്യുക. സോ ഐന്റെ കൂടെ എപ്പോഴും ഐ പ്ലേ, ഐ പ്ലേസ് എന്ന് പറയില്ല. ഐ പ്ലേ, ഐ റൈറ്റ്, ഐ സിംഗ് അങ്ങനെയല്ലേ പറയാ. ആ ബേസ് ഫോം ഓഫ് ദ വെർബ ചേർക്കുക. നമ്മൾ എസ് വി എസ് ഒന്നും ചേർത്ത് അതിനെ സിംഗുലർ ആക്കാൻ നിൽക്കില്ല. കാരണം ഐ നമ്മളൊരു പ്ലൂരൽ എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുക. സോ ഇവിടെ ഐ ആം ലേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോ ആം ഈസ് ദി ഓക്സിലറി വെർബ്, റൈറ്റ്? നമ്മൾ അതിന്റെ എന്താ ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് എടുക്കാൻ പോവാണ്. നെഗറ്റീവ് ആയിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ടാഗ്. സോ ആം എടുത്തു, ആമിൻറ്റ് എന്ന് ഒരിക്കലും നമ്മൾ എഴുതൂല. അതായത് ആമിൻറ്റ് എന്നാണ് വരേണ്ടത് അവിടെ. ആമിൻറ്റ് ഐ, ഞാൻ ലേറ്റ് ആയിരുന്നല്ലോ, ആമിൻറ്റ് ഐ എന്ന് വേണം ചോദിക്കാൻ. പക്ഷെ ആമിൻറ്റ് എന്നുള്ളൊരു യൂസേജ് ഇംഗ്ലീഷിലില്ല. ആമിൻറ്റിന് പകരം നമ്മൾ യൂസ് ചെയ്യുക ആറിൻറ്റ് എന്നാണ്. ആം നോട്ടിന്റെ ആം നോട്ടിന്റെ എന്താ ശരിക്കുള്ള രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ആം നോട്ട് എന്ന് സെപ്പറേറ്റ് എഴുതും. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് നമ്മൾ സെപ്പറേറ്റ് എഴുതും. പക്ഷെ നമ്മൾ അതിനെ ആം ഇഞ്ച് എന്ന് ഒരിക്കലും പറയില്ല. ഐ ആറായി എഴുതുക, ആറിഞ്ച് എന്നാ എഴുതുക. മനസ്സിലായോ? അതായത് ഇപ്പം ക്യാൻ, കാൺറ്റ്, ഡസ്, ഡസ് നോട്ട്, ഡസിൻറ്റ് എന്ന് എഴുതുന്ന പോലെ
ആമിന്റെ എഴുതില്ല, പകരം ആറിന്റെ എന്നായിരുന്നു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ നമ്മൾ എഴുതേണ്ടത് ആറിഞ്ച് ആയി. ആറിഞ്ച് ആയി എഴുതിയിട്ട് എഴുതണം ക്വസ്റ്റ്യൻ ടാഗ്, ക്വസ്റ്റ്യൻ മാർക്കിട്ട് വേണം എഴുതാൻ. ഓക്കെ, പക്ഷെ സെപ്പറേറ്റ് എഴുതൂട്ടോ. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് നമ്മൾ പറയാറുണ്ട്. ഐ ആം നോട്ട് അങ്ങനെ പറയും. പക്ഷെ ആം നോട്ട് എന്നുള്ളതിനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗില് കൂട്ടി എഴുതുമ്പോ, ഷോർട്ട് ഫോം ആക്കി എഴുതുമ്പോ ഒരിക്കലും ആം നോട്ട് എന്ന് പറയില്ല, സോറി ആമിഞ്ച് എന്ന് പറയില്ല, പകരം ആറിഞ്ച് എന്നാ പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഈ വേർഡ് നെഗറ്റീവ് ആണെങ്കിലോ? ഏത്? ഇപ്പൊ ഈ പറഞ്ഞില്ല ഐ ആം ലേറ്റ് അഗൈൻ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മള് കറക്റ്റ് ചെയ്ത ഐ ആം നോട്ട്, അതായത് തന്നിരിക്കുന്ന സെന്റൻസിൽ എന്തായിരിക്കും, ചിലപ്പോ മിക്കപ്പോഴും അവർ തരിക ഇപ്പൊ നോട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ചില സമയങ്ങളിൽ ഹാസിംഗ് അങ്ങനെ ഷോർട്ട് ഫോംസ് തരും. ചിലതില് ഷോർട്ട് ഫോം ഇല്ലാണ്ട് ഹാസ് നോട്ട് എന്ന് തരും. ഐ ആം നോട്ട് എന്ന് പറയും. ചിലപ്പോ ഷോർട്ട് ഫോം ആണെന്നുണ്ടെങ്കിൽ ആമിന്റെ എന്ന് എഴുതിയിട്ടുണ്ടാവില്ല, ആറിഞ്ച്, ഐ ആറിഞ്ച്, ആറിഞ്ച് എന്നാ പറയും. ഐ ആറിഞ്ച് ലേറ്റ്, ഐ ആമിഞ്ച് എന്ന് പറയില്ല. ക്വസ്റ്റ്യൻ ആക്കാൻ അപ്പോ ആമൈന്ന് വരാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗിൽ ആമൈന്ന് വേണം എഴുതാൻ. മനസ്സിലായോ? Okay, it's time actually. We will continue next day. Okay, this amend case ഒന്നും കൂടി നമുക്ക് നാളെ പറയാം. Okay. Okay, ma'am. Thank you, ma'am. Clear? Is it clear? This class is clear for you? Okay, ma'am. Okay. Okay then. Bye. Thank you, ma'am.
Good afternoon. അപർണ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ആ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടാ. ആ ഹോസ്പിറ്റൽ മാടാണ് കേട്ടോ.